നമസ്കാരം. തമിഴ് സൂപ്പർ താരം വിജയും ഭാര്യ സംഗീത സ്വർണ്ണലിംഗവും 25 വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കുന്നു. വിജയ്ക്കെതിരെ പരസ്ത്രീ ബന്ധവും ക്രൂരതയും ആരോപിച്ച് സംഗീത കുടുംബ കോടതിയിൽ ഡിവോഴ്സ് ഹർജി ഫയൽ ചെയ്തു. 1999 ഓഗസ്റ്റിലായിരുന്നു ഇവരുടെ വിവാഹം. ജേസൺ സഞ്ജയ്, ദിവ്യ ശാഷ എന്നിവരാണ് മക്കൾ. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് സംഗീത നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. 2021 താൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും സംഗീത ഹർജിയിൽ വ്യക്തമാക്കുന്നു. ചെന്നൈയിലെ ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിലാണ് വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത്. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് ലംഘിക്കപ്പെട്ടുവെന്നും താരം യാതൊരു പശ്ചാത്താപവും പ്രകടിപ്പിക്കുന്നില്ലെന്നും സംഗീത ആരോപിക്കുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ടിലെ 27(1) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഹർജി നൽകിയിട്ടുള്ളത്. പങ്കാളിക്ക് അവിഹിത ബന്ധമുണ്ടാവുക, ക്രൂരമായി പെരുമാറുക തുടങ്ങിയ കാരണങ്ങളാൽ വിവാഹമോചനം തേടാൻ ഈ വകുപ്പുകൾ അനുമതി നൽകുന്നുണ്ട്. നിലവിൽ ചെന്നൈയിലെ ഡിസ്ട്രിക്ട് കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്. അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയുടെ കുടുംബജീവിതത്തിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ തമിഴ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ഏറെക്കാലമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കടുത്ത മാനസിക സംഘർഷവും അവഗണനയും അനുഭവിച്ചതായും സംഗീത ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നീലങ്കാരയിലെ ഒരു വീട്ടിൽ തന്നെ ഇരുവരും അകന്നു കഴിയുകയായിരുന്നുവെന്നും ചില വിവരങ്ങളുണ്ട്. വിവാഹബന്ധം അവസാനിപ്പിക്കാൻ വിജയ് സമ്മതിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭാര്യയുടെ ഈ നീക്കം വിജയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ശ്രീലങ്കൻ വംശജയാണ് സംഗീത സ്വർണ്ണലിംഗം. 1974 ചെന്നൈയിലാണ് ജനിച്ചത്. 1999 വിജയുമായിട്ടുള്ള വിവാഹം. ബ്രിട്ടനിൽ താമസിക്കുന്ന പ്രമുഖ തമിഴ് വ്യവസായിയുടെ മകൾ കൂടിയാണ് സംഗീത. സംഗീതയ്ക്ക് 400 കോടിയോളം ആസ്തിയുണ്ട് എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. വിജയ് സിനിമകളുടെ ആരാധികയായിരുന്നു സംഗീത. ഇതാണ് ഇരുവരും അടുപ്പിച്ചതും പിന്നീട് വിവാഹത്തിലെത്തിച്ചതും. പൂവേ ഉണക്കാകെ എന്ന വിജയ് സിനിമ സംഗീത ലണ്ടനിൽ വെച്ച് കണ്ടിരുന്നു. പിന്നീട് വിജയെ കാണാൻ സംഗീത ചെന്നൈയിൽ വന്നു. പിന്നീട് പലപ്പോഴും കാണുകയും ബന്ധം പ്രണയത്തിലേക്ക് മാറുകയും ശേഷം കുടുംബങ്ങളുമായി സംസാരിച്ച് വിവാഹം ഉറപ്പിക്കുകയുമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായിട്ടാണ് വിജയും സംഗീതയും പിണക്കത്തിലാണെന്നും ഇരുവരും മാറി താമസിക്കുകയാണെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യം ശരിയല്ല എന്നായിരുന്നു നടനുമായി ബന്ധപ്പെട്ട് നിന്ന വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നത്. 2023 മുതലാണ് വിജയ് സംഗീത വിവാഹമോചന ഗോസിപ്പുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നത്. വിജയ്ക്കൊപ്പം എല്ലാ ചടങ്ങുകളിലും പൊതുപരിപാടികളിലും പങ്കെടുത്തിരുന്ന സംഗീത വാരിസ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന് വന്നിരുന്നില്ല. പിന്നാലെ നടന്ന പ്രിയ ലിയുടെ ബേബി ഷവറിനും സംഗീതയെ കാണാതായതോടെ ഗോസിപ്പുകളുടെ ശക്തി കൂടുകയായിരുന്നു. അതിനുശേഷം ഒരു പൊതുപരിപാടിയിലും വിജയും സംഗീതയും ഒരുമിച്ച് വന്നിട്ടില്ല. ഇതായിരുന്നു ഇരുവരും വേർപിരിയുകയാണെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. സംഗീതം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വിജയ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിവാഹത്തിന് ശേഷം പങ്കാളി മറ്റൊരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിനെ അടിസ്ഥാനമാക്കി വിവാഹമോചനം തേടാൻ അനുമതി നൽകുന്ന വകുപ്പ് പ്രകാരമാണ് നടപടികൾ. ഒരു പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന സംഗീതയുടെ ആരോപണം ഈ വകുപ്പിന്റെ പരിധിയിലാണ് വരുന്നത്. പങ്കാളി ശാരീരികമായോ മാനസികമായോ ക്രൂരത കാണിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ വിവാഹമോചനം അനുവദിക്കുന്ന വകുപ്പാണിത്. അവിഹിത ബന്ധം തുടരുന്നതും അത് മാനസികമായി ആഘാതമുണ്ടാക്കുന്നതും ക്രൂരതയുടെ പരിധിയിൽ വരാം.